ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വിൻ പ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓൺലൈൻ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തിട്ട് കുറച്ചായില്ലേ? 1-2 ആഴ്ചകൾ കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ന്യൂ ഫോംസ്, അതായത് പുതിയ രൂപങ്ങൾ, രണ്ടാമത്തെ പാഠത്തിലെ പുതിയ രൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക രൂപം നമ്മൾ പഠിച്ചു അല്ലേ? അത് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിൽ എഴുതുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നത്, ശരിയല്ലേ? ഫ്രാക്ഷൻസിനെ ഡെസിമൽ ഫോമിൽ എഴുതുന്നത്, അത് ഛേദം 100, 10, 1000 അങ്ങനെ 10ന്റെ കൃതികളായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 10ന്റെ പവേഴ്സ് ആയിട്ട് വരുന്ന ഫ്രാക്ഷനുകളാവുമ്പോൾ, ഭിന്നസംഖ്യകളാവുമ്പോൾ വളരെ എളുപ്പത്തിൽ അത് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു ആദ്യം. ശരിയാണോ? ശരിയാണ്. പിന്നെ നമ്മൾ ഛേദങ്ങൾ 10ന്റെ കൃതി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുയോജ്യമായ സംഖ്യകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഛേദത്തിനെ ഗുണിക്കുക. ഛേദത്തിനെയും അംശത്തെയും ഗുണിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഛേദത്തിനെ 10ന്റെ കൃതികളാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ദശാംശ രൂപത്തിലേക്ക് മാറ്റാം. അതും നമ്മൾ പഠിച്ചു. ഇനി ഇങ്ങനെ 10ന്റെ കൃതികളാക്കി മാറ്റാൻ പറ്റാത്ത, സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് 10ന്റെ കൃതികളാക്കി മാറ്റാൻ പറ്റാത്ത ഛേദങ്ങളുള്ള ഡിനോമിനേറ്റേഴ്സുള്ള ഭിന്നങ്ങൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ അതിനെ ദശാംശ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പഠിച്ചത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞങ്ങളോട് പറഞ്ഞു അല്ലേ? നമ്മൾ 1/3, 1/3, 2/6 അങ്ങനത്തെ പിന്നെ 1/6 ഒക്കെ നമ്മൾ എക്സാമ്പിൾസ് നോക്കിയാൽ അത് നല്ലപോലെ അങ്ങോട്ട് ചെയ്ത് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് മോഡൽ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ, അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 9 അല്ലെങ്കിൽ 9 ഛേദമായിട്ട് വരുന്ന ഭിന്നങ്ങൾ ശ്രദ്ധിക്കാം. 9 ഛേദമായിട്ട് വരുന്ന ഭിന്നങ്ങൾ അല്ലെങ്കിൽ 9 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ്, അതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിനുള്ളൊരു പ്രത്യേകത ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നിങ്ങൾ 9 ഛേദമായിട്ട് വരിക എന്ന് പറയുമ്പോൾ നോക്കുക, 1/9 കേട്ടോ, അല്ലെങ്കിൽ 2/9, അതല്ലെങ്കിൽ 3/9, ഇങ്ങനെയുള്ള 9 ഛേദമായിട്ട് വരുന്ന സംഖ്യകൾ. ഈ സംഖ്യകളെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ നോക്കുക, അത് നിങ്ങൾ ചെയ്തു നോക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ ബോർഡ് ചെയ്യണില്ല, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്ന അതേപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 1/9ന്റെ ദശാംശ രൂപമായിട്ട് നമുക്ക് കിട്ടുക 0.111. ഇതിങ്ങനെ ഈ 1 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ? 2/9ന്റെ ദശാംശ രൂപം 0.2222 എന്ന് പറഞ്ഞ സംഖ്യ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് കാണാം. 3/9ന്റെ ദശാംശ രൂപത്തിൽ 0.3333 ഇങ്ങനെ എന്ത് ചെയ്യാം? ആവർത്തിച്ച് വരുന്നത് കാണാം കേട്ടോ. ഛേദം 9 വരുമ്പോൾ, ഡിനോമിനേറ്റർ 9 വരുമ്പോൾ ഇതേ രൂപത്തിലൊരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് നോക്കണം അതായാലോ. അപ്പോൾ 5/9 എന്താ വരിക? 5/9 വരുമ്പോൾ ഇവിടെ അംശത്തിൽ 5 ആണല്ലോ, ന്യൂമറേറ്റർ 5 ആണ്. അപ്പോൾ പോയിന്റ് മുമ്പ് ഒന്നും പോയിന്റ് കഴിഞ്ഞിട്ട് ഈ 5 എന്ന് പറഞ്ഞ സംഖ്യ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 3 4 എത്ര വേണേ നമുക്ക് എഴുതാം കേട്ടോ. 7/9 എങ്ങനെ എഴുതാൻ പറ്റും? 7/9 അവിടെ അംശത്തിൽ 7 ആയതുകൊണ്ട് ആ 7 ആണ് പോയിന്റിന് ശേഷം ഈ 7 എന്ത് ചെയ്യും? ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് കാണണം. അങ്ങനെ കിട്ടും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ വീട്ടിൽ പോയിട്ട് ഈ 1/9 എന്ന് പറഞ്ഞ സംഖ്യേനെ ദശാംശ രൂപത്തിലേക്ക് എഴുതുന്നത് പഠിക്കണം. എങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? 1/9 നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, താഴത്തും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിങ്ങനെ എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ ഇതേപോലെ കിട്ടും. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് ഛേദങ്ങൾ 9 വരുമ്പോൾ ഈ മുകളിൽ കാണുന്ന സംഖ്യ 3 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ 2, 5 ആണെങ്കിൽ 5, അത് എന്ത് ചെയ്യും? അത് പോയിന്റിന് ശേഷം ഇങ്ങനെ ആവർത്തിച്ച് വരും, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും എന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. മറക്കരുത് കേട്ടോ. ഇപ്പം ഇങ്ങനെ ആണെങ്കിൽ 8/9 ശരിക്കും ശ്രദ്ധിക്കുക. 8/9 ഇതെന്താ വരിക? ഇത് 0.888 എന്ത് ചെയ്യും? ഇങ്ങനെ ആവർത്തിച്ച് വരും, ശരിയല്ലേ? ഇനി 0.9 ആണെങ്കിലോ, 9/9 ആണെങ്കിലോ ഉണ്ടോ? 9/9 1 നമുക്കറിയാം. എന്നാലും ഇതെങ്ങനെ വരാൻ നോക്കുക? ഇത് 0.999 ആണ്. 0.999 ഇതാണ് ശരിക്കും എന്ത് 1 എന്ന് പറയുന്ന സംഖ്യേന്റെ പുതിയ രൂപതാണ്.
1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 0.9999 അങ്ങനെ ഇതാണ് ശരിക്കും 1 എന്ന് പറഞ്ഞാൽ കേട്ടോ. അതാണ് 9/9. ഇനി 10/9 ആണെങ്കിലോ 10/9 ആണെങ്കിൽ ഇതാകുമ്പോൾ എങ്ങനെ വരും? ഇത് വരുമ്പോൾ നമ്മൾ നോക്കുക, ഈ 10ൽ എത്ര 9 ഉണ്ട് നോക്കാം. 10ൽ എത്ര 9 ഉണ്ട് നോക്കാം. 10ൽ എത്ര 9 ഉണ്ട്? ഒരു 9. ആ 1 എന്നുള്ള സംഖ്യ ഇവിടെ വരണം, എന്നിട്ട് പോയിന്റ് വരണം. അങ്ങനെ വരണം കേട്ടോ. 10ൽ ഒരു 9 ആണുള്ളത്. ആ ഒരു 9 ആ 1 എന്നുള്ളത് ഇവിടെ എഴുതാം. ഒരു 9 കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ട്? 9 കഴിഞ്ഞാൽ 10 മൈനസ് ചെയ്ത് ബാക്കി എത്ര ഉണ്ട്? ബാക്കി 1 ആണുള്ളത്. ആ 1 എന്ത് ചെയ്യുക? ഇവിടെ ആവർത്തിച്ചപ്പോൾ 1 1 1 ഇങ്ങനെ വരിക. നോക്കൂ, 11/9. 11/9ന്റെ ദശാംശ രൂപം എങ്ങനെ വരിക? 11/9 എങ്ങനെ വരും? ഈ 11ൽ എത്ര 9 ഉണ്ട്? 11ൽ എത്ര 9 ഉണ്ട്? ഒരു 9. ആ ഒരു 9 ആണെങ്കിൽ ആ 1 എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ എഴുതും. ഇവിടെ എഴുതും. ഒരു 9 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 2 ബാക്കി. ആ 2 ആണെങ്കിൽ ആ 2 ഇതങ്ങനെ റിപ്പീറ്റ് ചെയ്യും. മനസ്സിലാക്കി പോകാം ശരിക്കും. ഇനി ഇങ്ങനെയാണെങ്കിലോ 19/9 ആണെങ്കിൽ എന്താവും വരിക? 19/9 ആകുമ്പോൾ 19ൽ എത്ര 9 ഉണ്ട്? 19ൽ എത്ര 9 ഉണ്ട്? 2 9 18 അല്ലേ? 2 9. അപ്പൊ ആ 2 ഇവിടെ ഇല്ല. 2 ഇവിടെ കണ്ടോ? 2 9 18. 18 കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ട്? ഇതിൽ 1 ബാക്കിയുണ്ട്. ആ 1 ആണ് എന്ത് ചെയ്യുക? അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. 1 1 1 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇങ്ങനെ ആയിരിക്കും എന്ത് വരാ. മനസ്സിലായല്ലോ? ഇത് മറക്കരുത്, ഇത് ഒരിക്കലും മറക്കരുത്. നല്ലപോലെ പഠിച്ചു വെക്കുക. ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് എക്സാമിന് എന്ത് ചെയ്യും? ചോദിക്കും. മറക്കുകയല്ലോ. അപ്പോൾ 1/9 9 ഛേദമായിട്ട് വരികയാണെങ്കിൽ അതിന്റെ ദശാംശത്തിന് ശേഷം എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരക്കം അങ്ങനെ എന്ത് ചെയ്യും? ആവർത്തിച്ച് ഇങ്ങനെ വരും. ഒരക്കാണ് ആവർത്തിക്കുക. ഒന്നുകിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും, ഏതൊക്കെ ഒരക്കം. അപ്പോൾ പോയിന്റിന് ശേഷം ഒരക്കം, ഒരു ഡിജിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിന്റെ ഛേദത്തിൽ എന്ത് വരുന്നത് കാണാം? 9 ആയിരിക്കും അതിന്റെ ഛേദത്തിൽ ഉണ്ടാവുക. നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. മറക്കരുത്. അപ്പൊ ഇത് നല്ലപോലെ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇത് വെച്ചിട്ട് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇപ്പൊ പറയാം. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 0.111 ഇതിങ്ങനെ ആവർത്തിക്കുക പ്ലസ് 0.333. ഇതെന്താ കിട്ടുക? ഇതിന്റെ ദശാംശ രൂപം, ഈ എഴുതിയതിന്റെ ദശാംശ രൂപം ഇത് ദശാംശ രൂപത്തിൽ എഴുതാനാണ്. ഇത് ലഘൂകരിച്ച് എഴുതാം. അപ്പൊ നോക്കുക, ഇത് സമം 0.111 എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക? ഇത് 1/9 അല്ലേ? 1/9 അല്ലേ? ആണ് അല്ലെ? ഈ പ്ലസ് 0.333 എങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതുക? അതിനവിടെ എന്ത് എഴുതും? അതിനെ 3/9 എന്ന് എഴുതും. ശരിയാണോ? ശരിയാണ്. ഇത് സമം. ഇത് 2 ഛേദങ്ങളും ഒരുപോലെ ആകുമ്പോൾ ആ ഛേദം നമ്മളിവിടെ എഴുതും. ഈ അംശങ്ങൾ 1ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ തെട്ടും 4/9 ആണ് കിട്ടുക. ശരിയല്ലേ? 4/9 എങ്ങനെയാണ് നമ്മൾ ഇതേപോലെ എഴുതുക? ഇവിടെ 4 ആയതുകൊണ്ട് 0.444 ഇതിങ്ങനെ ആവർത്തിച്ച് വരും. ശരിയാണോ? ശരിയാണ്. അപ്പോൾ 0.111 ആവർത്തിക്കുന്നു, 0.333 റിപ്പീറ്റ് ചെയ്ത് രണ്ടും കൂടി ആഡ് ചെയ്താൽ രണ്ടും കൂടി കൂട്ടി എന്താ കിട്ടുക? 0.4444 ഇതാണ് എന്ത് ചെയ്യുക? കിട്ടുക. മറക്കോ? അപ്പൊ ഈ സാധനത്തിനെ ഈ 9 ഛേദമായിട്ട് വരുന്ന ഭിന്നങ്ങളാക്കി മാറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചെന്ത് ചെയ്യുക? പഴയ മരത്തിനാക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ ഉറപ്പായിട്ട് ചോദിക്കും. 1 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. 0.333 ഇങ്ങനെ ആവർത്തിക്കാം പ്ലസ് 0.777 ഇതെന്താ കിട്ടുക? ഇതിന്റെ ആൻസർ എന്താ കിട്ടുക? അതെങ്ങനെ ചെയ്യാൻ നോക്കുക. ഇത് സമം 333 എന്ന് പറയുമ്പോൾ 3/9 ആണ്. ശരിയാണോ? ആണ്. ഇവിടെ പ്ലസ് 0.77 ആണ് ആവർത്തിച്ചിരിക്കുമ്പോൾ 7/9 ആണ്. ശരിയല്ലേ? ശരിയാണ്. ഇത് എങ്ങനെ കൂട്ടുക? ഇവിടെ 9 ആണ്, ഇവിടെ 9 ആയതുകൊണ്ട് ഛേദം 9 വരും. ഈ 3ഉം 7ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 3 + 7 കിട്ടും 10/9 ആണ് വരിക. കേട്ടോ? ശരിയല്ലേ? 10/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10നെ ഇത് എങ്ങനെ 10/9 എഴുതാം? 10ൽ എത്ര 9 ഉണ്ട്? ഒരു 9 ആണെങ്കിൽ ആ ഒന്നുകൂടി കണ്ടോ? ഒരു 9 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 1. ആ 1 ആണ് എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെ ആവർത്തിച്ച് വരേണ്ടത്. ഇതാണ് എന്ത് വരിക? ഇതിന്റെ ആൻസർ വരിക. ഈ ഡോട്ട്സ് കുത്തിടാൻ മറക്കരുത്. ഇത് മറന്നാൽ ആൻസർ തെറ്റി. ഇത് മറക്കാൻ പാടില്ല. ഇവിടെ ഒക്കെ കുത്തുണ്ട് കേട്ടോ. ഈ ഡോട്ട് ഇതിങ്ങനെ ആവർത്തിക്കണം. റിപ്പീറ്റിംഗ് എന്നാണ് അതിന്റെ അർത്ഥം. റിപ്പീറ്റിംഗ്. ഇത് വായിക്കുക ശരിക്കും എന്താ? 0.333 റിപ്പീറ്റിംഗ് എന്നാണ്. 0.777 റിപ്പീറ്റിംഗ് എന്നാണ്. 0.777 റിപ്പീറ്റിംഗ്. 0.333 റിപ്പീറ്റിംഗ്. റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ കുത്തിടണം എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? അപ്പോൾ 1.111 റിപ്പീറ്റിംഗ് ആണ് എന്ത് വരിക? ഇതിന്റെ ആൻസർ വരിക.
മാർക്ക് ചെയ്ത് ഇപ്പൊ 2 കേട്ടോ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, 0.333 ഇൻറ്റു 0.666 റിപ്പീറ്റിംഗ് ആണോ. ഇത് ഗുണന മൾട്ടിപ്ലിക്കേഷനാണ് ഉണ്ടോ. മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ചെയ്യേണ്ടത്? എന്താ 333 റിപ്പീറ്റിംഗ് എങ്ങനെ നമ്മൾ ചെയ്യുക? അത് 3/9 അപ്പൊ ഇത് സമം ഈ ക്വസ്റ്റ്യൻ സമം അല്ലേ ഇൻറ്റു 666 റിപ്പീറ്റിംഗ് ആണ്. എന്താ ചെയ്ത് നമ്മള്? അത് 6/9 എന്നാണ് എഴുതുക കേട്ടോ. സമം നമുക്ക് ആൻസർ കിട്ടുമ്പോൾ ഈ 9 ഛേദമായിട്ടുള്ള എന്ത് കിട്ടണം? 9 ഛേദമായിട്ടുള്ള ഒരു ഭിന്നം കിട്ടണം. അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ദശാംശ രൂപം വേഗം എഴുതാൻ പറ്റും. 9 ഛേദമായിട്ട് വരികയാണെങ്കിൽ അത് എങ്ങനെ എഴുതേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ചെയ്ത് നോക്കാം. ഇത് ചെയ്യുമ്പോൾ ഇത് ഭിന്നസംഖ്യയിൽ ഗുണിക്കാൻ ഈ 3ഉം 6 കൂടി ഗുണിക്കും, ഇവിടെ അംശമായിട്ട് എഴുതും. ഈ 9 കൂടി ഗുണിക്കും, ഛേദമായിട്ട് ഇങ്ങനെ എഴുതാം. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാണോ? അപ്പോൾ 9 ഛേദമായിട്ട് ഇവിടെ നോക്കിക്കോളി. ഞാൻ ഇവിടെ വെട്ടി ചേർക്കുക. ഈ 3/9 ശരിക്കും ശ്രദ്ധിക്കട്ടോ. 3/9 3ൽ ഒരു 3 3, 9ൽ 3 3 കണ്ടോ. 3 ശരിയല്ലേ? ഇനി ഈ 3ഉം ഈ 6ഉം കൂടി വെട്ടി 3ൽ ഒരു 3 3 കണ്ടോ. ഇവിടെ എന്തുണ്ട്? 2 3 6 കണ്ടോ. അപ്പൊ എന്തായി മാറി? ഈ 1/1 ഇതില്ല. ഇവിടെ 2/9 ആണ് നമുക്ക് എന്ത് ചെയ്യുക ഇതിന്റെ ആൻസർ. 9 ഛേദമായിട്ട് വരുന്ന രൂപത്തിൽ ഇതിന്റെ ആൻസർ ചെയ്താൽ ഭിന്നാക്കി ചെയ്താൽ മനസ്സിലായല്ലോ. ഇനി അതല്ലെങ്കിൽ ഇവിടെ നോക്കാൻ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിന് നമുക്ക് 3/9 എന്ന് എഴുതാം ഇൻറ്റു ശരിക്കും ശ്രദ്ധിക്കുക, ഇതിന് 6/9 എന്ന് എഴുതാം. അങ്ങനെ എഴുതാം, ശരിയല്ലേ? ഇനി ഇതിനിങ്ങനെ വെട്ടി നോക്കൂ. ഇവിടെയാണ് നമ്മൾ നേരത്തെ വെട്ടി. ഇവിടെ വെട്ടുകയാണെങ്കിൽ 6ൽ എത്ര 3 ഉണ്ട്? 2 3. 9ൽ എത്ര 3 ഉണ്ട്? 3 3, ശരിയല്ലേ? ഇനി ഈ 3ഉം അവിടെ വെട്ടിപ്പോയി കണ്ടോ. വെട്ടിപ്പോയി. ഇനി എന്താ ബാക്കിയുള്ളത്? മുകളിൽ 2 ഉണ്ട്, താഴത്ത് എന്തുണ്ട്? 9. അപ്പൊ 2/9 കേട്ടോ. 2/9 എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ ഫോമിൽ എഴുതുക? ദശാംശ രൂപത്തിൽ എഴുതുക. 2 ആയതുകൊണ്ട് 0.222 ആണ്. അതാണ് ചെയ്യുക. അപ്പോൾ 0.3333 0.666 റിപ്പീറ്റ്. ഇത് രണ്ടും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമ്മൾ വിചാരിക്കും ഈ 6ഉം 3 കൂടി ഗുണിച്ച് 18 അങ്ങനെ ഒന്നല്ല കിട്ടുക. എന്താ കിട്ടുക? 0.2222 അതാണ് എന്ത് ചെയ്യുക ഇതിന്റെ ഗുണനഫലം വരിക. ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ അതിന് നമ്മൾ ഇതിനെ ഈ 9 ഛേദമായി ഭിന്നാക്കി എഴുതി, ഇതിനും 9 ഛേദമായി ഭിന്നാക്കി എഴുതി, രണ്ടും കൂടി ഗുണിച്ചു. ആ ഉത്തരത്തിനും 9 ഛേദമായി ഭിന്നമാക്കി എഴുതി. എന്നിട്ടാണ് എന്ത് ചെയ്തത്? അതിന്റെ ആൻസർ ഈ രൂപത്തിൽ എഴുതി. കണ്ടോ, മനസ്സിലായല്ലോ? ഇതാണ് വേറൊരു ക്വസ്റ്റ്യൻ. അപ്പൊ 3 കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറൊരു കേസ് ശ്രദ്ധിക്കാം. ഒരു സ്ക്വയർ 0.333 റിപ്പീറ്റിംഗ് ഈ നമ്പറിന്റെ സ്ക്വയർ, അതിന്റെ സ്ക്വയർ എത്രയായിരിക്കും? ഇതാണ് അടുത്ത ചോദ്യം. 0.333 റിപ്പീറ്റിങ്ങിന്റെ സ്ക്വയർ ഉണ്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 0.333 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തന്നാൽ അതിന് നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എന്താ ചെയ്താൽ അതിനെ 3/9 എന്നാണ് എഴുതുക. ശരിയല്ലേ? ശരിയാണ്. ഈ 3/9 അപ്പോൾ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3/9 സ്ക്വയർ ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ വരും. സമം 3/9 ഇൻറ്റു 3/9 3/9 ഇൻറ്റു 3/9. ശരിയല്ലേ? ഇനി ഇതെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ഈ 3 × 3 3 × 3 9 ഈ 3ഉം ഈ 3 കുറിച്ച് 3 × 3 9. ആ 9ഉം ഈ താഴത്ത് കാണുന്ന ഒരു 9 വെട്ടിപ്പോ. 3 × 3 9. ആ 9ഉം താഴത്ത് കാണുന്ന 9 വെട്ടിപ്പോയി. ഇനി ഇവിടെ മുകളിൽ ശരിക്കും 1 ഉണ്ട് അല്ലേ? അപ്പൊ എന്താ കിട്ടുക? 1/9 എന്നാണ് കിട്ടുക കേട്ടോ. 1/9 ആട്ടെ. എന്താ 1/9? 1/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.111 റിപ്പീറ്റിംഗ് ആണ് കേട്ടോ. ഉണ്ടോ? അങ്ങനെയാണ് കിട്ടുക. 0.333 റിപ്പീറ്റിംഗ് ആണ്. ഇതിന്റെ സ്ക്വയർ ആണ് ചോദിക്കുന്നത്. 0.333 റിപ്പീറ്റ് 3 ആവർത്തനത്തിന്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ ഈ 3ന്റെ സ്ക്വയർ 9 ആയിട്ടൊന്നും എഴുതാൻ പാടില്ല. എന്താണ് ഇതിന്റെ സ്ക്വയർ ശരിക്കും വരിക? അത് 0.111 അങ്ങനെ റിപ്പീറ്റിംഗ് ആണ് വരിക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ക്വയർ കേട്ടോ. അപ്പോൾ ആഡ് കൂട്ടണതായി അങ്ങനല്ലേ, പിന്നെ ഗുണിക്കണതായി, ഇപ്പം എന്തായി? സ്ക്വയർ ആയി. ഇനി ഒരു സ്ക്വയർ റൂട്ട് പറയാൻ അടുത്തത് കേട്ടോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേ രൂപത്തിലാണ് ചിന്തിക്കേണ്ടത്. ചെയ്യല്ലേ കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് റൂട്ട് ഓഫ് 0.444 ആവർത്തനം. ഇതിന്റെ എന്ത് കിട്ടുക? സ്ക്വയർ റൂട്ട് എത്ര ഉണ്ടാവും എന്ന് പറയണം കേട്ടോ. ഇതിന്റെ സ്ക്വയർ റൂട്ട് പറയണമെങ്കിൽ ഈ 0.444 ആവർത്തനത്തിന് നമ്മൾ എങ്ങനെയാണ് ദശാംശ രൂപത്തിൽ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുക? 4/9 എന്നാണ് എഴുതുക. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എന്തായി? ഇതിന്റെ റൂട്ടാണ് വരിക. ആണോ? അങ്ങനെ വരും അല്ലേ? ഇത് സമം എങ്ങനെ ഇതിന്റെ റൂട്ട് എടുക്കുക?
ഇതിന്റെ റൂട്ട് എടുക്കുക പറയുമ്പോൾ ഈ 4ന്റെ റൂട്ട് എടുക്കണം, 9ന്റെ റൂട്ട് എടുക്കണം. 4ന്റെ റൂട്ട് എത്രയാണ്? 4ന്റെ റൂട്ട് 2. 9ന്റെ റൂട്ട് എത്രയാണ്? 9ന്റെ റൂട്ട് 3. എന്ത് കിട്ടി? 2/3 എന്ന് കിട്ടി. നമുക്ക് ഛേദം 9 വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേഗം അതിന്റെ ദശാംശ രൂപം നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഛേദം 3 ഈ 3നെ 9 ആക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഉണ്ട്. എന്ത് ചെയ്താൽ മതി? ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പൊ 2/3 ഞാൻ ഇവിടെ ഒരു 3 കൊണ്ട് ഗുണിക്കാം. ഇവിടെ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ എന്തായി മാറും? 9 മാറും. ഇവിടെ മാത്രം 3 കൊണ്ട് ഗുണിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഒരു 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്തായിട്ട് മാറും? 6/9. ഈ 2/3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 6/2 ഒന്ന് തന്നെയാണ്. 2/3 എന്ന് പറഞ്ഞ ഭിന്നും ഫ്രാക്ഷനും 6/9 എന്ന് പറഞ്ഞാൽ 6/9 എന്ന് പറഞ്ഞ ഭിന്നും എന്തിനാണ്? രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് 6/9 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതി കൂടെ എഴുതാം. എങ്ങനെ എഴുതാം? 6 മോഡൽ. അപ്പൊ 0.666 എന്ത് ചെയ്യും? റിപ്പീറ്റിംഗ് ആണ് വരിക. ഇതാണ് എന്ത്? 0.444 ആവർത്തനം. 0.444 റിപ്പീറ്റിംഗ്. ഇതിന്റെ റൂട്ട് എന്താ വരിക? ഇത് 0.666 ഇതാണ് വരിക. അതൊക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ നോക്കാം, നമ്മൾ സ്ക്വയർ കാണുമ്പോൾ നേരത്തെ ചെയ്തിട്ടില്ലേ? 0.333 ഇതിന്റെ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ എന്താ കിട്ടി? ഇതിന്റെ സ്ക്വയർ നമുക്ക് 0.111 റിപ്പീറ്റിംഗ് ആയിട്ട് ഇങ്ങനെ കിട്ടി. ശരിയല്ലേ? അതേപോലെ 0.444 റിപ്പീറ്റ്. ഇതിന്റെ റൂട്ട് കേട്ടോ. അതിന്റെ റൂട്ട് എന്താണ്? ഇതിന്റെ റൂട്ട് 0.66 ഇതാണ് വരും കേട്ടോ. നിനക്ക് നമ്മൾ മനസ്സിലാക്കി നോക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇതേ രൂപത്തിൽ ഏതെങ്കിലും ഇതൊക്കെ എന്താണ്? 9 x/9 x എന്നാണ് അവിടെ ഏതെങ്കിലും ഒരു അക്കം വരും. ഇങ്ങനെയുള്ള ഒരു രൂപത്തിലുള്ള ഒരു ഭിന്നം വന്നു കഴിഞ്ഞാൽ ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ എന്താ പഠിച്ചത്? പോയിന്റ്. ഇവിടെ എക്സ് ആണെങ്കിൽ ആ എക്സ് ആക്കം ചെയ്താൽ മതി, റിപ്പീറ്റിംഗ് ആയിട്ട് ഇട്ടാൽ മതി എന്നുള്ള ഈ ഐഡിയ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യനുകളൊക്കെ എന്ത് ചെയ്തത്? നമ്മൾ ചെയ്തത്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഒരു 1-2 ചെറിയ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ഒക്കെ ചെറിയ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ഈ ഭാഗത്ത് വരും. തെറ്റിക്കാതെ ചെയ്യണം. ചെയ്യൂലേ? ഓക്കെ കേട്ടോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? 1/9, 2/9, 3/9 അങ്ങനെ 9 ഛേദമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? മുകളിൽ വരുന്ന അംശമായിട്ട് വരുന്ന അക്കം ഏതാണോ ആ അക്കം എന്ത് ചെയ്യും? ദശാംശത്തിന് ശേഷം ആവർത്തിക്കും. ഇതാണ് നമ്മൾ പഠിച്ച ഐഡിയ. മനസ്സിലായല്ലോ? അപ്പൊ മുകളിൽ വലിയ സംഖ്യകൾ വരികയാണെങ്കിൽ ആ വലിയ സംഖ്യയിൽ എന്ത് നോക്കുക? എത്ര 9 ഉണ്ട് നോക്കാം. ആ 9 എത്ര ഉണ്ടോ അതാണ് എന്ത് ചെയ്യുക? പോയിന്റിന്റെ മുമ്പ് വരാം. 3 9 ഉണ്ടെങ്കിൽ ഇവിടെ വരും. ഞാൻ 3 9 കഴിഞ്ഞിട്ട് ബാക്കി എത്തേണ്ട സിസ്റ്റം വരുന്നതാണ് ബാക്കി വരിക. അതാണ് എന്ത് വരിക? അതാണ് ഇവിടെ എന്ത് റിപ്പീറ്റ് ചെയ്ത് വരിക. മറക്കരുത് കേട്ടോ. ഞാനൊരു നോട്ടായിട്ട് പറഞ്ഞുതരും, അത് എഴുതിയെടുക്കുക. ഈ ക്വസ്റ്റ്യനുകൾ ചെയ്യും വേണം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു 2 അക്കമുള്ള ഒരു സംഖ്യ, 2 അക്കമുള്ള ഒരു സംഖ്യയെ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ വേറൊരു 2 ഡിജിറ്റ് നമ്പർ 2 അക്കമുള്ള സംഖ്യ കൊണ്ട് ഹരിച്ചു. ഒരു 2 അക്ക സംഖ്യയെ മറ്റൊരു 2 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചു. അത് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 5.875 ആണ് കിട്ടിയത്. എന്താണ്? ഒരു 2 അക്കമുള്ള ഒരു സംഖ്യ ആണോ? 2 അക്ക സംഖ്യ അതിനെ വേറെ ഒരു 2 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 5.875 ആണ് കിട്ടിയത്. അങ്ങനാണെങ്കിൽ ഈ 2 അക്ക ഇത് ഏതാണെന്നുള്ള ഈ 2 അക്ക സംഖ്യ ഏതൊക്കെയാണെന്നുള്ള മനസ്സിലായാലും. ഒരു 2 അക്ക സംഖ്യയെ മറ്റൊരു 2 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഇതിനെ ഇതോട് ഹരിക്കും. അങ്ങനെ ഒരു ഭിന്നമാക്കി എഴുതിയാണ്. അങ്ങനെ എഴുതിയപ്പോൾ അതിന്റെ ആൻസർ കിട്ടിയ എന്താണ്? 5.875 ആണ്. അങ്ങനാണെങ്കിൽ ആ സംഖ്യ ഏതായിരിക്കും? ആ സംഖ്യകൾ ഏതൊക്കെയാന്നുള്ളതാണ്. പറഞ്ഞു മനസ്സിലായാലോ? ഇതും ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യം എക്സാമിന് ആവർത്തിച്ച് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ശരിക്കും നമുക്ക് കിട്ടിയ എത്രയാണ്? 5.875. ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 5.875 എന്ന് പറഞ്ഞ ഈ നമ്പറിനെ ഈ ഭിന്നസംഖ്യയെ ഈ ദശാംശ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഭിന്നസംഖ്യ ആക്കി എഴുതണം, ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതണം. ശരി, ഈ ഡെസിമൽ നമ്പർ നമുക്ക് എന്താണ്? ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതണം. ഇതിന് നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ നമ്മൾ പഠിച്ചാണല്ലേ. ഇവിടെ പോയിന്റിന് ശേഷം എത്ര ഉണ്ട്? പോയിന്റിന് ശേഷം 3 അക്കങ്ങളുണ്ട്. പോയിന്റിന് ശേഷം 3 അക്കങ്ങളുണ്ടെങ്കിൽ താഴത്ത് 3 പൂജ്യമുള്ള സംഖ്യ കൊടുക്കുക. എന്നിട്ട് ഇതാണ് മായ്ച്ചു കഴിഞ്ഞാൽ 5875 എന്നായിട്ട് മാറും. ആണോ? ഛേദം 10ന്റെ കൃതി വരുന്ന ഭിന്നമായിട്ട് എഴുതാൻ വളരെ എളുപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ മാറ്റാൻ നമുക്കറിയാം. ശരിയല്ലേ? ശരിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനത്തിനെ ഈ മുകളിലും താഴെയും ഘടകക്രിയ ചെയ്യാം. ഘടകങ്ങളാക്കി എടുത്ത് വെട്ടിച്ചെറുതാക്കാം. വലിയ സംഖ്യകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല. മനസ്സിലായാലോ? ഇവിടെ നോക്കുക, താഴെ 1000 ആണ് അല്ലേ? ഈ 1000 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
1000 എന്നുള്ളതിനെ ശരിക്കും ശ്രദ്ധിക്കുക. 1000 എന്നുള്ളതിനെ നമുക്ക് 10 × 10 × 10 എഴുതി കൂടെ, 10 × 10 × 10 എഴുതി കൂടെ എഴുതാൻ പറ്റും. 10 × 10 × 10 പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ 5 × 2 അല്ലേ, ആണല്ലേ. ഈ 10 എന്ന് പറഞ്ഞാലോ അതും 5 × 2 അല്ലേ ആണ്. ഈ 10നെ നമുക്ക് 5 × 2 എഴുതി കൂടെ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 1000 എന്നുള്ളതിന് 5 × 2 × 5 × 2 × 5 × 2 എന്ന് എഴുതാം, എഴുതി കൂടെ. അപ്പൊ ഞാൻ അവിടെ എഴുതാണ് 5 × 2 × 5 × 2 5 × 2 5 × 2 എന്നുള്ള എന്ത് ചെയ്തു 10 ആണ്. അത് 3 പ്രാവശ്യം 3 ടൈംസ് നമ്മൾ എന്ത് ചെയ്തു അവിടെ എഴുതി. ശരിയാണോ? ശരിയാണ്. ഇനി ഈ 5875 ഈ സംഖ്യനെ ഇതേപോലെ ഇതിന് ഘടകങ്ങളാക്കണം. ഇതിനെ ഘടകങ്ങളാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ചെയ്തു നോക്കേണ്ടി. ഇവിടെ നോക്കിക്കോട്ടോ, 5875 എന്ന് പറഞ്ഞ സംഖ്യേനെ ഘടകക്രിയ ചെയ്യാൻ അറിയാലോ, ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അവസാനം 5 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. 5 കൊണ്ട് 5ൽ ഒരു 5 ശരിയല്ലേ. ഇനി 8 എത്ര 5 ഉണ്ട്, 8ൽ ഒരു 5 5, ബാക്കി 3 ഉണ്ട്. 3 × 37 37 എത്ര 5 ഉണ്ട്, 7 5 35, ബാക്കി 2, പിന്നെ 5 ഉണ്ട്. 25ൽ 5 5 25 അങ്ങനെ കേട്ടോ. കണ്ടോ, വീണ്ടും ഇതിനെന്ത് ചെയ്യണം, വീണ്ടും 5 കൊണ്ട് ഹരിക്കുക. 1ൽ 5 11ൽ 2 5 10 ശരിയാണോ? ശരിയാണ്. ബാക്കി 1, ആ 1ഉം ഈ 7 കൂടെ 17 ആയില്ലേ. 17ൽ 3 5 15 കേട്ടോ, 15, ബാക്കി 2, 25ൽ 5 5 25 കേട്ടോ വരും. വീണ്ടും ഇവിടെ 5 ആയതുകൊണ്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2ൽ 23ൽ 5 5 24 അല്ലേ, 4 5 20, ബാക്കി 3 35ൽ 7 5 35 കണ്ടോ. 47 എന്ന് പറഞ്ഞ സംഖ്യയാണ് വന്നത്. ഇനി നമ്മൾ ഇതിനെ ഹരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും ഒന്നും ഹരിക്കുക. കാരണം ഈ നമ്പർ ഒരു പ്രൈം നമ്പറാണ്, ഒരു അഭാജ്യ സംഖ്യ. ഇതിനെ ഞാൻ 1 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഹരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ നിന്നോട്ടെ. അപ്പൊ നമുക്ക് അങ്ങനെ ഇവിടെ എഴുതാൻ പറ്റും. ഈ 5875 നമുക്ക് 5 × ഇവിടെ ഈ 5 × 5 × 5 × 47 എഴുതാം. 5 × 5 × 5 × 47 ഇതിനെന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. അപ്പൊ ഇതേപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്, മനസ്സിലാക്കുക. ഈ സംഖ്യക്ക് വേറെ ഏതെങ്കിലുമൊക്കെ സംഖ്യകൾ വരാം. ഒരു 2 അക്ക സംഖ്യേനെ വേറൊരു 2 അക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറഞ്ഞു. ഒരു 2 ഡിജിറ്റ് നമ്പറിനെ വേറൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിട്ടുള്ള സംഖ്യേനെ എന്ത് ചെയ്യണം, 10ന്റെ ഒരു കൃതി, ഒരു 10ന്റെ പവർ ഡിനോമിനേറ്റർ ആയിട്ട് എന്തായിട്ട് ചെയ്തത്, ഫ്രാക്ഷൻ ആയിട്ട് ചെയ്ത് ഒരു ഭിന്നായിട്ട് ചെയ്തതിനു ശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ അവർ ഘടകക്രിയ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഘടകം ഇനി ഒരേപോലെ കാണുന്ന ഘടകങ്ങൾ നമുക്ക് വെട്ടിക്കളയാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 5 പോയില്ലേ അല്ലേ, ഇവിടെ ഒരു 5 ഇവിടെ ഒരു 5 ആണോ, ഇവിടെ ഒരു 5 ഇവിടെ 5 വെട്ടിക്കളഞ്ഞു. ഇനി ബാക്കിയുള്ള എന്താ നോക്കുക, ബാക്കി വരാം. ഇവിടെ 3 5 കഴിഞ്ഞാൽ 47 ആണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ ബാക്കിയുള്ളത് 47 കണ്ടോ. ഇനി താഴത്തെ എന്താ ഉള്ളത്, 2 × 2 × 2 2 × 2 × 2 എത്രയാണ്, 8 ആണ് കണ്ടോ. അപ്പൊ അങ്ങനെ കിട്ടി. എന്താ ഈ കിട്ടിയത്, 47നെ 8 കൊണ്ട് ഹരിച്ചാൽ 47 2 സംഖ്യയാണ്. 47നെ 8 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും, 5.875 കിട്ടും. നമ്മളോട് പറഞ്ഞ എന്താണ്, ഒരു 2 അക്ക സംഖ്യേനെ വേറൊരു 2 അക്ക സംഖ്യയോടെ ഹരിക്കുമെന്നാ പറഞ്ഞത്. അവിടെ ഓണോ, ഈ 47 2 അക്ക സംഖ്യയാണ്. പക്ഷെ എന്ത് 2 അക്ക സംഖ്യ അല്ല, 8 2 അക്ക സംഖ്യ അല്ല. 8നെ 2 അക്ക സംഖ്യ ആക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ, ഉണ്ടല്ലേ. എന്ത് ചെയ്താൽ മതി, ഈ 8നെ ജസ്റ്റ് ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ പോലെ. 8നെ 2 കൊണ്ട് ചെയ്താൽ 16 ഏറ്റവും ചെറിയ സംഖ്യ. ഇതിനെ 2 അക്ക സംഖ്യ ആക്കാൻ ഗുണിക്കേണ്ട ഏറ്റവും ചെറിയ സംഖ്യ എന്താണ്, 2 ആണ്. അപ്പോൾ 16 ആവില്ലേ. അപ്പൊ ഇതിനെ മാത്രം 2 കൊണ്ട് ഗുണിക്കാൻ, അപ്പൊ ഇതിന് എന്ത് ചെയ്യേണ്ടി വരും, 2 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പൊ ഇത് മാറി നോക്കാം. അപ്പൊ എന്താ വരിക, 47 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് വരും, 94 വരും. 94 ബൈ 8ന് 2 ഗുണിച്ചാൽ എത്രയായി, 16. അപ്പൊ 94/16 എന്ന് പറഞ്ഞാൽ എന്താ, 94/16 എന്ന് പറഞ്ഞാൽ 94നെ 16 ഹരിക്കാതാണ്. 94നെ 16 ഹരിച്ചാൽ എന്താ കിട്ടുക, 5.875 കിട്ടുക. അപ്പൊ ഏതൊക്കെയാണ് 2 അക്ക സംഖ്യകൾ, 94ഉം 16ഉമാണ്. 94/16 ആണ് എന്ത് ആ സംഖ്യ. എന്നാൽ 94നെ 16 കൊണ്ട് ഹരിച്ചാലാണ് എന്ത് കിട്ടുക, 5.875 കിട്ടുക. മനസ്സിലാട്ടോ. ഇവിടെ ഗുണിക്കുമ്പോൾ നമ്മൾ ഇതിനേക്കാൾ ഈ 3 അക്ക ആവാൻ പാടില്ല, 2 അക്കമായിട്ട് നിൽക്കണം. 2 അക്കമായിട്ട് നിൽക്കണ ആ സംഖ്യ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതാക്കി വെട്ടിയൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ഒരക്കം കിട്ടണമെങ്കിൽ, ഒരക്കം സംഖ്യ കിട്ടണമെങ്കിൽ അതിനെന്ത് ചെയ്യുക, 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെന്താ ഇപ്പോൾ അവിടെ കിട്ടുന്ന നമുക്ക് 4 ആണ് കിട്ടണമെങ്കിലോ, 4 ആണ് കിട്ടണമെങ്കിൽ അതിനെ 2 കൊണ്ട് ഗുണിച്ച് നോക്കുക. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 8 ആയിട്ട് മാറും. പിന്നെയും ഒരു 2 കൂടി ഗുണിച്ച് നോക്കുക, അപ്പോൾ 16. അപ്പോൾ അതിന് ഒരു പ്രാവശ്യം ഗുണിക്കുമ്പോൾ ഒരു പ്രാവശ്യം മുകളിലും ഗുണിക്കണം. അങ്ങനെ ഗുണിച്ച് എന്ത് ചെയ്യുക, 2 അക്ക ആവണ വരെ ആക്കിയിട്ട് അതിനെ 2നെ എന്ത് ചെയ്യുക, 2 അക്ക ആക്കി മാറ്റുക. അപ്പോൾ ഇവിടെ കിട്ടിയ ഉത്തരം 5.875 എന്താണ്, 94/16. അതായത് 94നെ 16 കൊണ്ട് ഹരിച്ചാലാണ് എന്ത് കിട്ടുക,
5.875 കിട്ടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. അതേപോലത്തെ ചോദ്യം സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. മറക്കോ? മറക്കരുത്. അപ്പോൾ അതായാലും അല്ലേ. ഇനി ശ്രദ്ധിക്കുക, 1-2 ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഞാൻ പറയാം, ശരിക്കും ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ നമ്മൾ 9 ഛേദമായിട്ട് വരുമ്പോൾ 9 ഡിനോമിനേറ്റർ ആയിട്ട് വരുമ്പോഴുള്ള ഭിന്നങ്ങളെ പറ്റി പഠിച്ചല്ലോ. അതേപോലെ വേറെ നോക്കാം, 11 ഇവിടെ നോക്കട്ടോ, 2/11 ഉണ്ടോ, 11 ഛേദമായിട്ട് വരുന്ന ഭിന്നം, അല്ലെങ്കിൽ 5/11, അതല്ലെങ്കിൽ 8/11 അങ്ങനത്തെ സംഖ്യ 11 ഛേദമായിട്ട് വരും. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനെ ഭിന്ന ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ അത് ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടാന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കാം, ഈക്വൽ ടു ഒരു 9, നമ്മൾ 11 ചെയ്തെങ്കിൽ ഒരു 9 നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അംശം 2 അല്ലേ, 2 × 9 എത്ര വരിക, 2 × 9 എത്ര വരിക, 18 അല്ലേ. അപ്പോൾ ഇതിന്റെ ദശാംശ രൂപം വരിക. അങ്ങനെ പോയിന്റ് ഇടാം. 18 ആയതുകൊണ്ട് 1, 8, 1, 8, 1, 8, 1, 8 ആണ് എന്ത് ചെയ്യുക, ആവർത്തിച്ച് വരിക. മറക്കരുത് കേട്ടോ. 5/11 ആണെങ്കിൽ ഇത് എന്താണ് ആവർത്തിച്ച് വരിക, ഇവിടെ പോയിന്റ് ഇടാം. അങ്ങനെ ഇട്ടില്ല. 5 × 9, 5നെ ഇവിടെ ഇതിന് അംശമായിട്ട് കാണുന്ന സംഖ്യ എന്തോട് കുടിച്ചു നോക്കുക, 9 കൊണ്ട് കുടിച്ചു നോക്കുക. 5 × 9 എത്ര, 45 അല്ലേ. അപ്പോൾ 4, 5, 4, 5, 4, 5, 4, 5 ആണ് എന്ത് ചെയ്യുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരിക, ആവർത്തിക്കുക. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8/11 ആകുമ്പോഴോ 8/11 ആകുമ്പോൾ ഇതിന്റെ അംശം 8 ആണ്. 8 × 9 എപ്പോഴും ഈ അംശം എത്രയാണോ അംശത്തിന് എന്തുകൊണ്ട് കുടിക്കുക, 9 കൊണ്ട് കുടിക്കുക. 8 × 9 72. അപ്പോൾ എന്താ വരിക, 0.727272 എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അത് ആ ദശാംശത്തിന് ശേഷം എന്ത് ചെയ്യും, ഇങ്ങനെ ആവർത്തിച്ച് വരും. മറക്കരുത് കേട്ടോ. 4/11 ആണെങ്കിൽ എന്താ വരിക, 4/11 4 9 36. അപ്പോൾ 0.363636 ഇതാണ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വരിക കേട്ടോ. ഇതെന്തിൻ്റെ പ്രത്യേകതയാണ്, 11 അല്ലെങ്കിൽ 11 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിന്റെ ഒരു പെക്യൂലിയാരിറ്റിയാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, പറഞ്ഞത്. മറക്കരുത് കേട്ടോ. നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. 9 ഛേദം വന്നാലും 11 ഛേദം വന്നാലും അതിനെങ്ങനെയാണ്, അപ്പോൾ അത് എക്സാമിന് ചിലപ്പോൾ അതിനെ ദശാംശ രൂപത്തിൽ എഴുതുക എന്ന് പറയും. അതായത് റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 4/11 അല്ലെങ്കിൽ 4/11 ദശാംശ രൂപത്തിൽ എഴുതുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് പഠിക്കണം. അങ്ങനെ ചോദിച്ചാൽ വലിയ മാർക്കായിട്ട് ചോദിച്ചാൽ അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ആൻസർ എന്താവും കിട്ടുക, എങ്ങനെ കിട്ടുക പറഞ്ഞു വെച്ചാലോ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുമ്പോൾ കിട്ടുക, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക, കിട്ടുക. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടാവും. ചെയ്യുമ്പോൾ കിട്ടും, ആൻസർ ശരിയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. മറക്കരുത് കേട്ടോ. ഇനി ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, ദശാംശ രൂപത്തിൽ എഴുതാനാണ് 3 എണ്ണം ഉണ്ട്. ദശാംശ രൂപത്തിൽ എഴുതാൻ ഒന്നെന്താ അറിയോ, 3/10 പ്ലസ് 5/100 പ്ലസ് 11/1000, 11 ഒരു 7/1000 കേട്ടോ. ഇതൊരു ദശാംശ രൂപത്തിൽ എഴുതാണ്. ഈ സാധനത്തിന് ഇതിന്റെ റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് ദിസ്, ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതുക എന്നാണ്. എങ്ങനെ ഇതിനെ നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതുക, ഇവിടെ നോക്കുക. ഇത് 3/10 എന്നുള്ളതിനെ 3/10 എന്നുള്ളത് നമ്മൾ എങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതുക, 3/10 സമം 0.3 10ആണ്. ഒരു 0 ഉള്ളൂ. ഒരു 0 ആകുമ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം, നമ്മൾ പഠിച്ചു, ശരിയല്ലേ. ഇനി 5/100 എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതുക, ഇവിടെ 2 0 ഉണ്ട്. 2 0 ആകുമ്പോൾ 2 സ്ഥാനം മാറ്റി കൂടെ, അപ്പോൾ 0.05 എന്നാണ് കിട്ടുക. ശരിയാണോ? ശരിയാണ്. എങ്ങനെയാണ് 7/1000 എഴുതുക, 7/1000 ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ഇവിടെ 3 0 ഉണ്ട്. അപ്പോൾ നമുക്ക് 3 സ്ഥാനം കൊടുക്കുമ്പോൾ 0.007 എന്ന് വരും കേട്ടോ. അങ്ങനെ വരും, ശരിയല്ലേ. ഇനി ഇത് 3 കൂടി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇത് 3 കൂടി കൂട്ടിയാൽ മതി. ഏതൊക്കെ 3 കൂടി, 0.3ഉം 0.05ഉം 0.007 കൂടി എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിന്റെ ദശാംശ രൂപം എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക, 0.3 പ്ലസ് 0.05 പ്ലസ് എന്തുകൂടി ഉണ്ടാവും, 0.007 0.007 ഇത് 3 കൂട്ടുക. അതെങ്ങനെ കൂട്ടുക, 0.3 പ്ലസ് 0.05 പ്ലസ് ഉണ്ടോ 0.007. ഇത് കൂട്ടാൻ വേണ്ടി എഴുതുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്.
ഉണ്ടോ? ഈ പോയിന്റ് ഒക്കെ ഒരേ ലെവലിൽ വരുന്ന രൂപത്തിൽ എഴുതിയിട്ട് വേണം ചെയ്യാൻ. അങ്ങോട്ടൊക്കെ അങ്ങ് തള്ളി വെക്കും, അങ്ങനെ വെക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിന്റെ മുകളിലൊന്നുമില്ല, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 7, ഇവിടെ 5ഉം 0 കൂട്ടിക്കഴിഞ്ഞാൽ 5 വരും. ഇവിടെ എന്താ വരിക, ഇവിടെ 3 വരിക. ഈ പോയിന്റിന്റെ താഴത്ത് നിന്ന് വരും പോയിന്റ് 0.375. ഇതിന്റെ ദശാംശ രൂപം അപ്പം എന്താണ്, 0.375 വരിക. തെറ്റിക്കരുത്. ഉണ്ടോ? അങ്ങനത്തെ ചോദ്യം എക്സാമിന് ചോദിക്കുമ്പോൾ തെറ്റിക്കാതെ അതേപോലെ ചെയ്യണം. ക്ലിയർ അല്ലേ? അതേപോലെ വേറൊരു എക്സാമ്പിൾ നോക്കൂ. നോക്കട്ടോ. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 ദശാംശ രൂപത്തിൽ എഴുതാം. ഇതിന്റെ ദശാംശ രൂപത്തിൽ എഴുതാം. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് ദിസ്. ഈ ഇത് വന്നിട്ട് ഇതിന്റെ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 എന്ത് ചെയ്യണം, ദശാംശ രൂപം എഴുതുക എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതുക, ഇതിനെയും ദശാംശ രൂപത്തിൽ എഴുതുക, ഇതിനെയും ദശാംശ രൂപത്തിൽ എഴുതുക. അത് 3 കൂടി എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. 1/2 ദശാംശ രൂപത്തിൽ എഴുതാൻ നമുക്കറിയാം. അങ്ങനെ 1/2 എഴുതാം. 1/2 ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ഇതിനെ ഒരു 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 10 മാറും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഒരു 5 കൊണ്ട് ഗുണിക്കുക. ശരിയല്ലേ? ഇവിടെ 5 കൊണ്ട് ഗുണിച്ചാൽ 5/10 എന്ന് വരും. 5/10 എത്രയാണ്, 0.5 കേട്ടോ വരും. അതേപോലെ 1/4 ദശാംശ രൂപത്തിൽ എഴുതണം. എങ്ങനെ 1/4 ദശാംശ രൂപത്തിൽ എഴുതുക, 1/4 ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 4 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 10ന്റെ കൃതിയാവുക, 4 × 25. ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 25 കൊണ്ട് ഗുണിക്കണം. ശരിയല്ലേ? അപ്പോൾ 25/100 എന്ന് കിട്ടും. 25/100 ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 0.25. 2 0 2 സ്ഥാനം മാറ്റി കൊടുക്കും, 0.25 കേട്ടോ. അതേപോലെ 1/8 ദശാംശ രൂപത്തിൽ എഴുതി വെക്കുക. 1/8 സമം 1/8 നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് ഇതായി മാറുക, ഇത് പറയേ. 1/8 ഇവിടെ നമുക്ക് ഗുണിക്കണം. ഇവിടെ എത്ര കൊണ്ട് ഗുണിക്കണം, 8നെ. ഇതേപോലെ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ എത്ര കൊണ്ട് ഗുണിക്കണം നമ്മൾ എങ്ങനെ നോക്കുക, നമ്മൾ പറഞ്ഞു തന്നിട്ടല്ലേ. അപ്പോൾ 8 നമ്മൾ ഘടകങ്ങളാക്കുമ്പോൾ 2 × 2 × 2 കിട്ടുക. ഈ 2നെ ഒരു 5 കൊണ്ട് ഗുണിച്ചാൽ മതി, ഈ 2നെയും ഒരു 5 കൊണ്ട് ഗുണിച്ചാൽ മതി, ഈ 2നെയും ഒരു 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അപ്പോൾ 5 × 5 × 5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 5 × 5 × 5 125. അപ്പോൾ 125 കൊണ്ട് ഇവിടെ ഗുണിക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 125 കൊണ്ട് ഗുണിക്കണം. ശരിയല്ലേ? അപ്പോൾ 125 ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഇതെന്തായിട്ട് മാറും, ഇത് 1000 ആയിട്ട് മാറും. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ അപ്പം എന്ത് കിട്ടി, ഇതിന്റെ ദശാംശ രൂപം 0.125 എന്ന് എന്ത് ചെയ്യും, ഇത് കിട്ടും കേട്ടോ, കിട്ടും. ഇനി ഇതിന്റെ ദശാംശ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ദശാംശ രൂപവും ഇതിന്റെ ദശാംശ രൂപവും ഇതിന്റെ ദശാംശ രൂപം കൂടി എന്ത് ചെയ്ത് കൂട്ടിയാൽ മതി. ഏതൊക്കെ അപ്പോൾ കൂട്ടേണ്ടത്, 0.5ഉം 0.25ഉം 0.125 കൂടി ഇതിനെ കൂട്ടണം. ഇത് കൂട്ടുമ്പോൾ തെറ്റിക്കാൻ പാടില്ല. 0.5 പ്ലസ് 0.25 പ്ലസ് 0.125 ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 5 വരും. ശരിയല്ലേ? 5 2 7 വരും അല്ലേ? 5 1 5 2 7 1 8 0.875 എന്ത് ചെയ്യും, കിട്ടും. ഇതാണ് ഇതിന്റെ ദശാംശ രൂപം, ഇതിന്റെ ദശാംശ രൂപം. ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. 1/5 പ്ലസ് 1/5² പ്ലസ് 1/5³ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദശാംശ രൂപത്തിൽ എഴുതാൻ പറ്റും. ഇങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്. 2 അല്ലെങ്കിൽ 5 ചെയ്തായിട്ട് വരുന്നത് അതിന്റെ സ്ക്വയറും ക്യൂബൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5² 25 എഴുതിയാലും കുഴപ്പമില്ല, 5³ 120 എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിലൊക്കെ ദശാംശ രൂപത്തിൽ എഴുതാനൊക്കെ ചോദിക്കും. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പഠിച്ച ആ 10ന്റെ കൃതികൾ ഛേദമായിട്ട് വരുന്ന അതിനോട് അടുത്ത് വരുന്ന ഭിന്നങ്ങൾ കണ്ടിട്ട് ദശാംശ രൂപത്തിൽ എഴുതാനുള്ള ചോദ്യം ഒരു 4 മാർക്കിന്റെ 5 മാർക്കിന്റെ ചോദ്യമായിട്ട് എക്സാമിന് എന്ത് ചെയ്യാൻ ചോദിക്കാം. ചോദിച്ചാൽ തെറ്റിക്കാതെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുക. ഞാൻ കുറേ ചോദ്യങ്ങൾ തരാം. ഇപ്പം നമ്മൾ ചെയ്ത മോഡൽ കുറേ ചോദ്യങ്ങൾ തരാം. ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ട് ബുക്കിൽ നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അത് വേറെ പേപ്പറിൽ ചെയ്ത് പഠിക്കും വേണം. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, അത് നോട്ട് ബുക്കിൽ എഴുതും വേണം. ശരിയല്ലേ? ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററോടുകൂടി തീർന്നു. ഇതായാലോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്തൊരു ചാപ്റ്റർ, പുതിയൊരു ചാപ്റ്ററായിട്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് സ്പീഡ് ആക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ടോ എന്ത് ചെയ്യാം, ചോദിക്കാം. സംശയങ്ങളൊക്കെ ക്ലിയർ ആക്കണം. ഞാൻ തരുന്ന ക്വസ്റ്റ്യനുകളൊക്കെ എന്ത് ചെയ്യണം, വീണ്ടും ചെയ്ത് പഠിക്കണം. നോട്ടിൽ ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം. നമുക്ക് ഇപ്രാവശ്യം ഈ കൊല്ലം എക്സാം നടക്കോ സ്കൂൾ തുറക്കോ എന്നൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത വർഷം, ഈ വർഷം നമ്മൾ 9th അടുത്ത വർഷം എന്തായാലും സ്കൂൾ തുറക്കല്ലോ. അടുത്ത വർഷം നമ്മൾ എവിടെ എത്തി, അടുത്ത വർഷം നിങ്ങളെല്ലാവരും 10th-ലെത്തി. 10th
ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ 10th പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ പഠിക്കുന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടി എന്ത് ചെയ്യുക, എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.